പെരുവനം എന്നുള്ള പേര് എൻ്റെ പേരിനോട് ചേർത്തപ്പോൾ എനിക്ക് ഖ്യാതി കൂടി. ഞാനത് സന്തോഷത്തോടെ സ്വീകരിച്ചതാണ്. പെരുവനം മേളത്തിൻ്റെ നാടാണ്. മേളത്തിന് ചെണ്ട വേണം, കൊമ്പ് വേണം, കൊള്ളു വേണം, താളം വേണം, പഞ്ചവാദ്യത്തിൻ്റെ തിമല, മദ്ദളം എല്ലാം വേണം. അപ്പോൾ ഈ പെരുവനത്ത് ഇതിനെല്ലാം പ്രാപ്തരായ കലാകാരന്മാരുള്ളൊരു കാലഘട്ടമായി വന്നു. പെരുവനം ഇപ്പോഴും ശാന്തസുന്ദരമായിട്ടാണ്. ഇവിടെ എല്ലാ തരം ആൾക്കാരും ഉണ്ട്. എല്ലാവരും ഒത്തൊരുമിച്ച് ഐക്യത്തോടെ കഴിയുന്ന ഒരു നാടാണ് പെരുവനം. ഞാൻ പ്രവർത്തിക്കുന്ന മേളമണ്ഡലം ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നതിനുള്ള എല്ലാ അംഗീകാരങ്ങളും എനിക്ക് നൽകിയിട്ടുണ്ട്. ഇതേ വാത്സല്യത്തോടെ സ്നേഹത്തോടെ ആ രംഗത്ത് പ്രവർത്തിക്കാൻ ഞാൻ എന്നും സജ്ജമാവാൻ ഇന്ന് ലോകം മുഴുവൻ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് വാദ്യകലയുമായി. പെരുവനം ഗ്രാമം പണ്ട് ഒരു കാടായിരുന്നു, വനം. പൂരുമഹർഷി പെരുവനത്ത് വരികയും അദ്ദേഹത്തിൻ്റെ സന്ദർശനം മുതൽ പൂരുവനം എന്നറിയപ്പെടുകയാണ്. പൂരുവനം പെരുവനമായി മാറിയതാണ് ഇന്ന് കാണുന്ന പെരുവനം ഗ്രാമം. പെരുവനം ഗ്രാമത്തിൻ്റെ ഗ്രാമക്ഷേത്രം, പെരുവനം ക്ഷേത്രം, മേക്കാവ് ക്ഷേത്രം, ക്ഷേത്രങ്ങളുടെ സ്ഥലം. ഇവിടുത്തെ പഴയ വനത്തിൻ്റെ സൂചനകളായിട്ട് നമുക്ക് അവശേഷിക്കുന്ന ചില മരങ്ങളെ നമുക്ക് കാണാം. ഇത് പൂവം എന്ന് പറയുന്ന ഒരു മരമാണ്. ഇതിൻ്റെ പഴയ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ പറ്റില്ല. ഇത് പല പ്രാവശ്യം മുറിക്കപ്പെട്ടു എങ്കിലും വീണ്ടും പുതുജീവൻ നേടി അത് ഇപ്പോഴും യൗവനയുക്തിയായി പൂവം മരം നിൽക്കുകയാണ്. ഇതേപോലെ പെരുവനം അമ്പലത്തിൽ അരയാല്, പേരാല്, എലിഞ്ഞി, അത്തി, ഇത്തി നിരവധി മരങ്ങളുണ്ട്. പെരുവനം ഗ്രാമത്തിൻ്റെ ഗ്രാമക്ഷേത്രമാണ് പെരുവനം മഹാദേവ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട ചരിത്ര പ്രസിദ്ധമാണ്. പൂരങ്ങളുടെ സ്ഥലമാണ് പെരുവനം നടവഴി. നല്ല മേളങ്ങൾ, പൂരങ്ങൾ കാണാൻ പെരുവനത്ത് വരണം എന്ന ആസ്വാദകപക്ഷം എപ്പോഴും ഓർക്കുന്നതാണ്. പെരുവനത്തെ പൂരം അതിപ്രശസ്തമാവുന്ന പോലെ തന്നെ പെരുവനത്തിൻ്റെ പടിഞ്ഞാറ് നടക്കും ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. പടിഞ്ഞാറ് ഭാഗത്ത് മേക്കാവ് ഭഗവതി ക്ഷേത്രമുണ്ട്. ആ പരിസരം ചിറ്റൂരുമനക്കാരുടെയാണ്. അത് പെരുവനം മേക്കാപ്പറമ്പ് എന്നാണ് പറയുക. മേക്കാവ് ഭഗവതിയുടെ ഭാഗത്തുള്ള പ്രദേശത്തിന് മേക്കാപ്പറമ്പ് എന്നാണ് പറയുക. 90 വർഷം മുമ്പ് മഹാത്മാഗാന്ധി പെരുവനം ഗ്രാമത്തിലെ ചേർപ്പിലെ മഹാത്മാ മൈതാനത്ത് വന്നു. മേക്കാപ്പറമ്പ് എന്നറിഞ്ഞിരുന്ന ഈ പ്രദേശം ഗാന്ധിജിയുടെ സന്ദർശനം മുതൽ മഹാത്മാ മൈതാനം എന്നാണ് അറിയുന്നത്. ഖാദി പ്രസ്ഥാനവും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലും ചേർപ്പിന് പെരുവനം ഗ്രാമത്തിന് യോജിപ്പിക്കാൻ മഹാത്മജിയുടെ സന്ദർശനം ഉപകരിച്ചു. VR കൃഷ്ണൻ എഴുത്തച്ഛൻ, ചിറ്റൂർ കുഞ്ഞൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയ സമര നേതാക്കളെല്ലാം കൈകോർത്ത് ചേർപ്പിനെ, പെരുവനം ഗ്രാമത്തെ നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായി ചേർത്തു. ഇതിൻ്റെ പേരിൽ പെരുമ്പളിശ്ശേരിയിലുള്ള ഗ്രാമോദ്ധാരണം, നൂൽനൂൽപ്പ് കേന്ദ്രം, അതുപോലെ തേനീച്ച വളർത്തൽ, അങ്ങനെ ഗാന്ധിയുടെ ചർക്കാ പ്രസ്ഥാനവും നൂൽനൂൽപ്പും ഖാദിയും എല്ലാം ചേർപ്പിൽ ആരംഭിച്ചത് ഈ സന്ദർശനത്തിൻ്റെ ശേഷമാണ്, സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്.
പെരുവന ക്ഷേത്രത്തിലെ മാടത്തലപ്പൻ്റെ പ്രതിഷ്ഠ 26 പടി കയറി ചെന്ന് ആദ്യത്തെ നിലയിലാണ് വലിയ ശിവലിംഗ പ്രതിഷ്ഠയുള്ളത്. മാടത്തലപ്പൻ 3 നിലയായിട്ടുള്ള ശ്രീകോവിൽ ഇത്രയും കേരളത്തിൽ ഇത്രയും ഉയരമുള്ള മറ്റ് ശ്രീകോവിലുകൾ എവിടെയുമില്ല. ശിവൻ്റെ പ്രതിഷ്ഠയാണ്. അടുത്ത് തന്നെ ഉമാമഹേശ്വര പ്രതിഷ്ഠ, ഇരട്ടയപ്പൻ. ഈ ക്ഷേത്ര സമുച്ചയം മുഴുവൻ മരങ്ങളാൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആല്, അരയാല്, അത്തി, ഇത്തി, പേരാല്, എലിഞ്ഞി തുടങ്ങിയ ഔഷധ സസ്യങ്ങളും മരങ്ങളും. ഇതെല്ലാം പെരുവനം ഗ്രാമം വനമായിരുന്നു എന്നുള്ള ചരിത്ര സത്യങ്ങൾ ഇന്നും ഇവിടെ നിൽക്കുകയാണ്. ആ പേരിലാമരം എന്ന് പറയുന്ന മരം എത്ര കാലപ്പഴക്കം എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതിന് പേര് പോലും ഇല്ല. പേരിലാ മരം എന്നാണ് പറയുന്നത്. ആ മരം ജീർണാവസ്ഥയിലാണ്. മറ്റു മരങ്ങൾ അതിനെ സംരക്ഷിച്ച് കാത്തു സൂക്ഷിക്കുന്നു. എല്ലാ വർഷവും ആ മരം തളിർക്കുന്നു, പൂക്കുന്നു. പെരുവനം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളമാണ് തൊടുകുളം. തോട് കീറി കുളമാക്കി പൂരുമഹർഷി. പെരുവനം പൂരത്തിന് വരുന്ന ഭഗവതിമാരെല്ലാവരും ചേർപ്പ് ഭഗവതി, മൂരോത്തമ്മതുരുടി, പിഷാരിക്കൽ ഭഗവതി, അയ്യൊന്ന് ഭഗവതി തുടങ്ങി പൂരത്തിൽ പങ്കെടുക്കുന്ന 11 ഭഗവതിമാർ ആറാടുന്ന കുളമാണ് തൊടുകുളം. പൂരത്തിന് മീനമാസത്തിലെ പൂയനാളിൽ ചരിത്രപ്രസിദ്ധമായ പെരുവന നടവയുടെ വടക്ക് ഭാഗത്ത് കാണുന്ന ഈ ഭവനം ഭാഗവത പണ്ഡിതൻ, ഭാഷാ പണ്ഡിതൻ ഒക്കെയായ പെരുവനം കൃഷ്ണയ്യരുടെ ഭവനമായിരുന്നു. അദ്ദേഹം ഭാഗവതം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത മഹാപണ്ഡിതനായിരുന്നു. മഹാകവി വള്ളത്തോളിൻ്റെയും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ അവരെല്ലാം സാഹിത്യത്തിൽ ഓരോ തർജ്ജമകളും രചനകളും നടത്തിയ കാലഘട്ടത്തിലാണ് ശ്രീകൃഷ്ണയ്യർ പെരുവനത്ത് ജീവിച്ചിരുന്നത്. പെരുവന ക്ഷേത്രത്തിലെ മുറജപം അദ്ദേഹത്തിൻ്റെ കുടുംബ കുലവൃത്തിയായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ള പെരുവനത്തെ ചേരിക്കലം കൊട്ടാരത്തിൻ്റെ പടിപ്പര മാളികയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് പടിപ്പര മാളികയും അപ്പുറത്ത് അതിമനോഹരമായ വലിയ ഒരു 4 കെട്ട് ഇരട്ട ഭിത്തിയും എല്ലാം ചേർന്ന ഒരു കെട്ടിടം അതിപുരാതനമാണ്. ഇത് കുന്നത്തൂർ പടിഞ്ഞാറേടത്ത് മന വക സ്ഥലമായിരുന്നു. KPC നാരായണ ഭട്ടതിരിപ്പാട് അടക്കമുള്ള ശ്രേഷ്ഠരായ തന്ത്രിവര്യന്മാർ, പണ്ഡിതന്മാർ ജനിച്ച സ്ഥലമാണ്. അത് കുന്നത്തൂർ പടിഞ്ഞാറേടത്ത് മനക്കാരെ ഉടമസ്ഥരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൊടുത്തപ്പോൾ ഈ കെട്ടിടം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പെരുവനത്തെ ചേരിക്കലമായി മാറി. കുട്ടേട്ടൻ്റെ ഔദ്യോഗിക രേഖകളിലൊക്കെ M. ശങ്കരനാരായണൻ എന്നാണ് പേര് ഉണ്ടാവുക. പിന്നെ ഞങ്ങളൊക്കെ കുട്ടേട്ടെന്ന് വിളിക്കുന്നു, മുതിർന്നവർ കുട്ടനെന്ന് വിളിക്കുന്നു. പിന്നെ കേരളം മുഴുവൻ, കേരളത്തിന് പുറത്തും പെരുവനം കുട്ടന്മാരാർ എന്നറിയപ്പെടുന്നു. എപ്പോഴാണ് ഈ ശങ്കരനാരായണൻ മാറി പെരുവനം കുട്ടന്മാരാരാവുന്നത്? കുട്ടൻ എന്നുള്ള പേര് വീട്ടിലെ വിളിപ്പേരാണ്. അച്ഛനും അമ്മയും അച്ഛമ്മയും അമ്മൂമ്മയും ഒക്കെ ഓമനപ്പേരായിട്ട് വിളിച്ച് ശീലമായതാണ് കുട്ടൻ എന്നുള്ള പേര്. യഥാർത്ഥ പേര് ശങ്കരനാരായണൻ എന്നാണ്. കുട്ടൻ എന്ന് വിളിച്ച് കുട്ടിക്കാലം മുതൽ വീട്ടിൽ കുട്ടനായി. അത് കഴിഞ്ഞ് കുട്ടിക്കാലം മുതൽ തന്നെ നാട്ടിലിറങ്ങേണ്ടി വന്നു. അതായത് പുറത്ത് പോകണം, ക്ഷേത്രത്തിൽ പോകണം, ക്ഷേത്ര ചടങ്ങുകളും നമ്മുടെ സമൂഹമായിട്ട് കൂടുതൽ കുട്ടിക്കാലം മുതൽ തന്നെ അടുത്ത് തുടങ്ങി. അപ്പോൾ നാട്ടുകാരും വിളിക്കും കുട്ടൻ, മാരാത്ത കുട്ടൻ. അച്ഛനൊക്കെ പെരുവനം അപ്പുമാരാർ, പെരുവനം നാരായണമാരാർ, അച്ഛൻ്റെ അമ്മാവൻ. അങ്ങനെ പ്രശസ്തരായ മേളക്കാരുണ്ടായിരുന്ന നാടാണ് പെരുവനം. അപ്പോൾ അവരുടെ ഒരു വാദ്യ പാരമ്പര്യം അനുകരിച്ചുകൊണ്ടാണ് ഞാൻ വാദ്യരംഗത്ത് വന്നത്. അപ്പോൾ അച്ഛനെ തുടർന്ന്
കേരളത്തിൽ എല്ലാ പ്രദേശങ്ങളിലും മേളത്തിന് ഞാൻ അപ്പോൾ അച്ഛൻ്റെ കൂടെ പോയി തുടങ്ങി, അച്ഛന് ശേഷം പോയി തുടങ്ങി. അപ്പോൾ പെരുവനം അപ്പുമാരാർ എന്നുള്ള പോലെ തന്നെ പിന്നീട് പെരുവനം കുട്ടന്മാരാർ എന്നുള്ള ലെവലിൽ മാറി എൻ്റെ പേര്. ഈ മുതിർന്നവർ പോലും കുട്ടേട്ടാന്ന് വിളിക്കും. അപ്പോൾ അതെനിക്ക് കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്നു. ഞാൻ അവരോട് പറയും, അത് ഞങ്ങൾക്ക് പ്രായമറിയായല്ല, എല്ലാവരും വിളിക്കുന്ന ഒരു ഓമന പേരായിട്ട് കണക്കാക്കിയാൽ മതി കുട്ടേട്ടൻ. അപ്പോൾ ഇപ്പോഴത്തെ ഓമന പേര് കുട്ടേട്ടനാണ്. ഈ പെരുവനം ഗ്രാമത്തിന് പെരുവനം കുട്ടന്മാരാർ എന്ന വ്യക്തിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ്? പൂരമാണ് ഇവിടുത്തെ കേമം, ക്ഷേത്രമാണ് കേമം. പൂര സംസ്കൃതിയിൽ നിന്നുണ്ടായ മേള സംസ്കൃതിയാണ് പെരുവനം പൂരം. പെരുവനത്തെ നടവഴിയിലെ പഞ്ചാരി പാണ്ടി മേളങ്ങൾ ആണ് പുറം ലോകം കാണുന്നത്. അപ്പം മേള കലാകാരന്മാരുടെ കുടുംബത്താണ് ഞാൻ ജനിച്ചത്. അച്ഛൻ മേള കലാകാരനായിരുന്നു, എൻ്റെ ആദ്യ ഗുരുനാഥനാണ്. പിന്നെ എന്നെ കോമരപുരത്തപ്പച്ചേട്ടൻ തായ്പ പഠിപ്പിച്ചു. ശ്രീനാരായണത്ത് അപ്പോശൻ കളിക്കൊട്ട് പഠിച്ചു. ഞാനൊരു കൊട്ടുകാരനായി തീർന്നപ്പോൾ മേളത്തിലാണ് എൻ്റെ പ്രവർത്തനം മുഴുവൻ. അപ്പോൾ ഇങ്ങനെ ശാസ്ത്രീയമായി കൊട്ടു പഠിക്കുന്ന ഒരു പാരമ്പര്യ കുടുംബത്തിൽ ഞാൻ ജനിച്ചു. പക്ഷേ കേരളത്തിലെ സാമൂഹ്യ വ്യവസ്ഥിതികളൊക്കെ മാറി മറന്നപ്പോൾ ഒരു 70കൾ മുതലേക്ക് നമ്മൾ ക്ഷേത്രങ്ങൾ പരിതാപകരമായ അവസ്ഥയിൽ മാറി. ക്ഷേത്ര കലകളെന്നല്ല, എല്ലാ കലകൾക്കും ഒരു മാന്യം സംഭവിച്ച കാലഘട്ടമാണ്. അപ്പോൾ പഠിക്കുന്ന ആൾക്കാർ കുറഞ്ഞു. എല്ലാവരും സാമൂഹ്യ വിദ്യാഭ്യാസം നേടുക, ജോലിയിൽ പോവുക, കുലത്തൊഴിൽ ഉപേക്ഷിച്ച് പോകുന്നൊരു കാലഘട്ടത്തിലാണ് എൻ്റെ ജനനം. അപ്പോൾ എനിക്ക് മുന്നിൽ പെരുവനം ഗ്രാമത്തിൽ പെരുവനം അപ്പുമാരാർ എന്ന് പറയുന്ന എൻ്റെ അച്ഛനാണ് പ്രശസ്തനായ മേളക്കാരനായി. അദ്ദേഹം ശാസ്ത്രീയമായി കൊട്ടുപിടിച്ച് അരങ്ങേറ്റം കഴിഞ്ഞിട്ട് പെരുവനം ഗ്രാമത്തിൽ പിന്നെ ശാസ്ത്രീയമായിട്ടൊരു കൊട്ടു പഠിക്കുന്ന ഒരു കലാകാരുണ്ട്, കൊട്ടുകാരനുണ്ടായിട്ടുണ്ട് നിരവധി. അവരൊക്കെ താൽക്കാലികമായി ക്ഷേത്ര അടിയന്തരങ്ങൾ നടത്താനും കുഞ്ഞച്ഛനും അച്ഛൻ്റെ അനന്തരവന്മാരൊക്കെ ക്ഷേത്ര അടിയന്തരങ്ങൾ നടത്തും. അത് കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടി അവർ പോവും. ഇവിടെ നിൽക്കാത്തൊരവസ്ഥ വന്നു. അത് കഴിഞ്ഞ് ശാസ്ത്രീയമായി കൊട്ടു പഠിക്കുന്ന ഒരാളുണ്ടായത് 10-40 വർഷങ്ങൾക്ക് ശേഷം ഞാനാണ്. ഇവിടെ ഒരു തായമ്പക പഠിച്ച് അരങ്ങേറ്റം നടത്തിയത്. ഒരു മേളക്കാരനായി നാട്ടിൽ നിലയുറപ്പിച്ച ആൾ ഞാനാണ്. അപ്പോൾ ഈ പെരുവനത്ത് ഉള്ള പാരമ്പര്യത്തിനെ അച്ഛൻ്റെ കാലഘട്ടം കഴിഞ്ഞാൽ നിന്നു പോകുന്ന ഒരു അവസ്ഥയിൽ നിന്നും എന്നിലൂടെ ഒരു പുനർജനി ഉണ്ടാക്കാൻ എനിക്ക് പ്രവർത്തനം കൊണ്ട് സാധിച്ചു. അതിനെ തുടർന്ന് ഞാനൊരു തായമ്പക്കാരനായി മേളക്കാരനായി പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ ഗുരുനാഥൻ ഓരോ വർഷങ്ങളിലും പെരുവനത്ത് കുട്ടികളെ, പെരുവനത്ത് രാമകുമാർ, സതീശന്മാരാർ, പ്രകാശന്മാരാർ, ശങ്കരനാരായണൻ, ശിവൻ തുടങ്ങി നിരവധി കുട്ടികൾ ഓരോ കൊല്ലത്തിലും തായമ്പകയും മേളം പഠിക്കുക, അരങ്ങേറ്റം നടത്തുക. എല്ലാം എൻ്റെ ഗുരുനാഥനാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ ഒരു പ്രചോദനമാവാൻ സാധിച്ചു. അല്ലെങ്കിലോ ഇവരുടെ കുട്ടിക്കാലത്ത് ഇവരെ വേണ്ട വിധത്തിൽ ഗൈഡ് ചെയ്യാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾക്ക് പത്മശ്രീ കിട്ടി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഈ രംഗത്തുള്ള പ്രവർത്തനവും ഒട്ടും കുറഞ്ഞതല്ല, അംഗീകാരം കിട്ടുന്നതാണെന്ന് മനസ്സിലായി. അങ്ങനെ ഈ ഗ്രാമത്തിന് മുഴുവൻ ഒരു വഴികാട്ടി അല്ലെങ്കിൽ വെളിച്ചം പോലെ നിന്നു എന്നുള്ളതാണ് ഈ ഗ്രാമവും കുട്ടേട്ടനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ പുതിയ കലാകാരന്മാർ, ഇപ്പോൾ കുട്ടേട്ടൻ കുറച്ച് പേരുടെ പേരൊക്കെ പറഞ്ഞു. ഇപ്പോൾ കുട്ടേട്ടൻ്റെ മകൻ കാർത്തിക് വരെ ഈ രംഗത്തേക്ക് വന്നു കഴിഞ്ഞു. ഒപ്പം സീനിയറായിട്ടുള്ള സതീശന്മാരാർ, ശങ്കരനാരായണൻ, പെരുവനം കൃഷ്ണകുമാർ, ഇങ്ങനെ കുറേ പേരുണ്ട്. അവരുടെയൊക്കെ ഈ മേള കലയെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ വൈദഗ്ധ്യത്തെക്കുറിച്ച് ഒന്ന് ചുരുക്കി പറയാൻ പറ്റുമോ? വളരെയധികം സന്തോഷവും അഭിമാനമുണ്ട്. പെരുവനം ഗ്രാമം ഇന്ന് കലാകാരന്മാരുടെ നാടായി മാറിയിരിക്കുകയാണ് എല്ലാ രംഗത്തും. അതായത് മേളരംഗത്ത് പെരുവനം സതീശൻ എനിക്ക് തുല്യം പ്രമാണിയാവാൻ അർഹത നേടി പ്രവർത്തിക്കുന്ന ആളാണ്. സതീശൻ്റെ സഹോദരന്മാരും ഒപ്പം പ്രവർത്തിക്കുന്നു. അതേപോലെ തന്നെ മദ്ദളം പഞ്ചവാദ്യത്തിലായാലും കഥകളിയിലായാലും മദ്ദള കലാകാരനാണ് കലാമണ്ഡലം ഹരിദാസ് കലാമണ്ഡലത്തിൽ പഠിച്ചു. ഉണ്ണായി വാര്യർ കലാനിലയത്തിലെ അധ്യാപകനായി പ്രിൻസിപ്പൽ ചാർജ് വരെ എത്തി റിട്ടയർ ചെയ്ത് മദ്ദള രംഗത്ത് പ്രവർത്തിക്കുക. കൃഷ്ണകുമാർ എന്ന് പറയുന്ന കൃഷ്ണ പിഷാരടി അമ്പലത്തിലെ കഴകക്കാരനാണ്. കഴക പ്രവൃത്തി ചെയ്യുമ്പോൾ കൊട്ടിനോടാണ് ശ്രദ്ധ.
ആ ശ്രദ്ധ തിരിച്ചറിഞ്ഞ അച്ഛനാണ് കൃഷ്ണനെ ഈ വാദ്യരംഗത്തേക്ക് കൊണ്ടുവരുന്നത്. ഇന്ന് കൃഷ്ണകുമാർ പിഷാരടി അദ്ദേഹം തിരുവമ്പാടിയുടെ 3-ാം നമ്പർ 4-ാം നമ്പർ തിമലയുടെ എണ്ണപ്പെടുന്ന ഒരു തിമലക്കാരനായി മാറി. അപ്പോൾ ചെണ്ട, മദ്ദളം, തിമല, ഇലത്താളം തുടങ്ങി ഈ സ്വല്പം മാറിയ തെക്ക് ഭാഗത്ത് ഉരകത്ത് കുറുങ്കുഴൽ, കുട്ടപ്പണിക്കരുടെ ശിഷ്യന്മാരായിട്ട് നിരവധി കുഴൽക്കാർ, കുമ്മത്തരാമൻ എന്ന് പറയുന്ന വെക്കൻ കലാപീഠത്തിൻ്റെ പ്രിൻസിപ്പാൾ റിട്ടയർ ചെയ്ത ചേർപ്പുകാരൻ, ആളുടെ പ്രവർത്തനമാരായി നിരവധി കുമ്പ് കലാകാരന്മാർ ചേർപ്പിലുണ്ടായി. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ പണ്ട് ചേർപ്പ് പെരുവനം കലയ്ക്ക് സമ്പന്നമാണ്. ഇടയ്ക്ക് മാന്ദ്യം സംഭവിച്ചതിനെ അതിജീവിച്ചുകൊണ്ട് എൻ്റെ കാലഘട്ടത്തിൽ കൂടുതൽ കലാകാരന്മാർ ഈ രംഗത്തേക്ക് വരാൻ സാധിച്ചു. അത് എൻ്റെ മുമ്പിൽ എൻ്റെ ഒരു ചെറിയ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. അത് സ്കൂൾ തലത്തിൽ CNM സ്കൂളിൽ പഞ്ചവാദ്യം മേളം പഠിക്കുമ്പോൾ ഈ കുട്ടികളെയൊക്കെ അതിലേക്ക് കൊണ്ടുവരാനൊക്കെ ഞാൻ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. അവരെന്നെ വളരെ സന്തോഷത്തോടെ ആത്മാർത്ഥത്തോടെ പറയും, കുട്ടേട്ടൻ പറഞ്ഞ കാരനാണ് ഞാൻ മദ്ദളക്കാരനായി, കുട്ടേട്ടൻ പറഞ്ഞ കാരനാണ് ഞാൻ തിമലക്കാരനായി, എനിക്ക് കുഴലെടുത്ത് തന്നത് കുട്ടേട്ടനാണ്, എനിക്ക് കൊമ്പ് തന്നത് കുട്ടേട്ടനാണെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. നിരവധി പേർക്ക് പ്രൊമോട്ട് ചെയ്യാൻ എനിക്ക് CNN സ്കൂളിൽ കൂടെ സാധിച്ചു. ആ യുവജനോത്സവ വേദികളിൽ തിളങ്ങിയ കലാകാരന്മാരാണ് സതീശനും ഹരിദാസും കൃഷ്ണകുമാറും. അതിൽ നിന്നാണ് ഇന്നിപ്പോൾ വാദ്യലോകത്തെത്തിയത്. അത് നമുക്ക് സന്തോഷിക്കാൻ ഭാഗ്യമാണ്. ഈ സാധാരണ പറയും ഒരു വലിയ മരം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ താഴെ ചെറിയ ചെടികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പെരുവനം കുട്ടന്മാരാർന്നുള്ള ഒരു വലിയ വൃക്ഷം നിൽക്കുമ്പോൾ അതിൻ്റെ താഴെ പുതിയ പ്രതിഭകൾ വളരാൻ തടസ്സമായിട്ടില്ല എന്ന് ആണ് കുട്ടിയേട്ടൻ പറയുന്നത്. അതെ, മേളം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കുള്ള പ്രവർത്തനമല്ല. അതുകൊണ്ട് ഞാൻ പ്രഗത്ഭനായി ഞാൻ നേട്ടങ്ങൾ കൊയ്ത് പോകുമ്പോൾ മറ്റുള്ളവരെ തട്ടി മാറ്റുക എന്നുള്ളൊരവസ്ഥ മേളത്തിലില്ല. മേളം സംഘവാദ്യ കലയാണ്. നിരവധി കലാകാരന്മാർ വേണം. അപ്പം നല്ല കലാകാരന്മാരെ ചേർത്ത് പിടിച്ച് മേളം അവതരിപ്പിക്കുമ്പോഴാണ് നല്ല മേളം ഉണ്ടാവുള്ളൂ. അപ്പോൾ സതീശനെയും കുമാറിനെയും എല്ലാവരെയും നല്ല മേളക്കാരായി വളർത്താനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. അവരെ കൂട്ടിച്ചേർത്ത് നിർത്തി മേളം അവതരിപ്പിക്കാന്ന് വെച്ചാൽ മേളം നന്നാവാൻ വേണ്ടിയിട്ടാണ്. മേളത്തിന് സംഘവാദ്യ കലയായതുകൊണ്ട് നല്ല സംഘം ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ നാട്ടിൽ പെരുവനത്ത് വളരുന്ന കലാകാരന്മാർക്ക് ഒരിക്കലും ഞാൻ ഒരു തടസ്സമോ ആയിട്ടില്ല. അവർക്ക് ഞാൻ മാർഗം നൽകിക്കൊണ്ട് അവരെ കൂടെ ചേർത്തുകൊണ്ടാണ് സഞ്ചരിക്കുന്നത് എവിടെയായാലും. ഈ പെരുവനത്തിൻ്റെ പൊതു സവിശേഷതയായിട്ട് അല്ലെങ്കിൽ പെരുവനത്തുകാരുടെ പ്രത്യേകതയായിട്ട് കുട്ടിയേട്ടന് അനുഭവപ്പെട്ടിട്ടുള്ളത് എന്താ? പെരുവനത്തെ സംസ്കാരം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വളരെ ശാന്തശീലരായ മനുഷ്യർ താമസിക്കുകയാണ്. അത് നമ്മുടെ ഒരു സംസ്കൃതിയുടെ ഭാഗമാണ്. ഈ പൂരവും മേളവും എല്ലാം കണ്ടു വളർന്ന ഒരു ആധ്യാത്മിക സംസ്കൃതി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് പെരുവനം. ഇവിടെ ക്ഷേത്രത്തിലാണെങ്കിലും 40 ദിവസം മന്ത്രാംഗം അങ്കുലിയാങ്കം കൂത്തു നടന്നിരുന്നു. മുറജപം മുതൽ വേദജപങ്ങൾ വരെ അങ്ങനെയുള്ള ക്ഷേത്ര ചടങ്ങുകൾ നടന്നിരുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ പൂരക്കാലായ പൂരത്തിൻ്റേതായ ചടങ്ങുകൾ. അപ്പോൾ ഇതെല്ലാം കണ്ടു കേട്ട് വളർന്ന തലമുറയുടെ പിന്തുടർച്ചക്കാരാണ് പെരുവനം. പെരുവനം ഇപ്പോഴും ശാന്തസുന്ദരമായിട്ടാണ്. ഇവിടെ എല്ലാ തരം ആൾക്കാരും ഉണ്ട്. എല്ലാവരും ഒത്തൊരുമിച്ച് ഐക്യത്തോടെ കഴിയുന്ന ഒരു നാടാണ് പെരുവനം. ഈ പെരുവനം മേളകലയുടെ നാടാണെന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ കുറച്ചല്പം മുന്നോട്ട് പോകുമ്പോൾ അവിടെ ദാരുശില്പ കലയുടെ ഒരു തെരുവ് തന്നെയുണ്ട്. അവിടെ പരമ്പരാഗതമായിട്ട് ആളുകൾ ഈ മരത്തിൽ ശില്പ വൃത്തി ചെയ്യുന്നുണ്ട്. അത് കുട്ടിയുടെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പെരുവനം ഗ്രാമത്തിൻ്റെ ഖ്യാതി പറയുന്നത് മേളത്തിൽ മാത്രമല്ല. മേളം, ഞാൻ മേള കലാകാരനായതുകൊണ്ട് മേളത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇതേപോലെ തന്നെയാണ് നമ്മുടെ പൂരത്തിൻ്റെ കാര്യം പറയുമ്പോൾ തലേക്കെട്ട്, അതിൻ്റെ ചമയങ്ങൾ എല്ലാം പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. അതേപോലെ ദാരുശില്പങ്ങളുടെ നാടാണ് പെരുവനം. ചേർപ്പ് പെരുവനം ഗ്രാമം, അതായത് പെരുവനമ്പലത്തിൻ്റെ പടിഞ്ഞാറ് നട ഇറങ്ങി ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ചിറ്റൂർമന്ന റോഡിൻ്റെ ഇരുഭാഗത്തും പെരുവനത്തേക്ക് കടന്നാൽ കല്ലിൽ മുട്ടി കൊട്ടുന്ന തക്കിട്ടൻ തരികിടം കേൾക്കാം. പണ്ട് ഇത് മാരാർ കുടുംബത്തെ കേട്ടിരുന്നുള്ളൂ. ഇപ്പോൾ പെരുവനത്ത് ഒരുവിധം പകുതിയിലധികം കുടുംബങ്ങളിൽ തക്കിട്ട കൊട്ടുന്ന കുട്ടികൾ, ചെണ്ട പഠിക്കുന്ന കുട്ടികൾ ഉണ്ട്. ഇതേപോലെ ചിറ്റൂർമന റോഡിൽ പോകുമ്പോൾ നമ്മുടെ ഉളിയും കുട്ടുടിയും
വെച്ച് തട്ടുന്ന ശബ്ദം ഓരോ വീടുകളിലും കലാകാരന്മാരെ ദാരുശില്പികളുടെ വീടുകളാണ് ചിറ്റൂർമന റോഡിൽ 2 ഭാഗം. അത് കിഴക്കൂട്ട് ഫാമിലി, വടക്കൂട്ട് ഫാമിലി, നിരവധി. ഏറ്റവും പ്രശസ്തനായത് ഞാനൊക്കെ കാണുന്നത് തായംകുളങ്ങര അമ്പലത്തിൽ പഴനിമല ചിത്രീകരിക്കുന്നൊരു നമ്പോത നമ്മുടെ ചേർപ്പ് സ്വദേശിയായിരുന്നു. അതിനെ തുടർന്ന് ഏറ്റവും ഉയരം കൂടിയ നടരാജ വിഗ്രഹം മോഹൻലാലിന് സമ്മാനിച്ച കിഴക്കൂട്ട് കുടുംബം അംഗങ്ങളാണ് അത് സംഭവം. അവരെ തുടർന്നുകൊണ്ട് ഇന്നിപ്പോൾ രാമേന്ദ്രനും തുടങ്ങിയിട്ടുള്ള ശില്പികൾ ധാരാളമുണ്ട്. അപ്പോൾ ശില്പകലകളുടെ നാട് കൂടിയാണ് പെരുവനം. പെരുവനം ക്ഷേത്രത്തിലെ ശ്രീപാർവതിയുടെ കിഴക്കേ നടയിൽ നിന്ന് ദാരുശില്പത്തിൽ കൂടെ കിരാതം കഥ ശില്പങ്ങളിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ആ ശില്പ പാരമ്പര്യം ഇവിടെ തുടരുകയാണ്. ശിവനെ ആയാലും പാർവതി ആയാലും മഹാവിഷ്ണുവിനെ ആയാലും കൃഷ്ണനെ ആയാലും ഓടക്കുഴലുള്ള കാളിമർദ്ദനമായാലും നടരാജനായാലും ഒക്കെ അതിൻ്റെ തന്മയത്വമുണ്ട്. അതേപോലെ തന്നെ കരിവീട്ടിയിൽ തീർത്ത കരിവീരന്മാരെ ഉണ്ടാക്കാൻ പെരുവനത്ത് ചേർപ്പ് ഗ്രാമത്തിനെ കുറിച്ച് വെല്ലാൻ ആരുമില്ല എന്നുള്ളതാണ്. ഗ്രാങ്ങാട് കേശവൻ്റെ നാടാണ് പെരുവനം. ആ പാരമ്പര്യത്തിൻ്റെ മഹത്വം വലുത് തന്നെയാണ്. കുട്ടേട്ടൻ ഒരുപാട് പൊതുവേദികളിൽ പങ്കെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ വേദികളായിരിക്കാം, ചിലപ്പോൾ വലതുപക്ഷത്തിൻ്റെ വേദികളായിരിക്കാം, അതുപോലെ BJP വേദികളിലൊക്കെ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ സംഘടനകളിൽ നിന്ന് കുട്ടേട്ടന് ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദം, അവരുടെ പാർട്ടിയിൽ ചേരാനോ മുന്നണിയിൽ ചേരാനോ ഉള്ള ഏതെങ്കിലും സമ്മർദ്ദമോ സ്വാധീനമോ ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ കുട്ടേട്ടൻ തയ്യാറാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഈ പറഞ്ഞ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാരും ഉള്ളതാണ് നമ്മുടെ സമൂഹം. ഈ സമൂഹം മൊത്തമായി പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഞാൻ കലാകാരനായിട്ട് വളർന്നത്. ഞാൻ നല്ല മേളകാരനായി നടക്കുമ്പോൾ നമ്മുടെ ജാതി മത വ്യവസ്ഥകൾക്കപ്പുറം, രാഷ്ട്രീയ വ്യവസ്ഥിതികൾക്കൊക്കെ അപ്പുറം നമ്മളെല്ലാവരും ഒന്നായി ഒത്തുചേരുന്നതാണ് പെരുവനം പൂരം, മാറാട്ടുപുഴ പൂരം, തൃശ്ശൂർ പൂരം ഉത്സവങ്ങൾ. അപ്പോൾ ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതും ഈ രംഗത്താണ്. എൻ്റെ പ്രവർത്തന മണ്ഡലം ഈ ഉത്സവ പറമ്പുകളും പൂരവേദികളുമാണ്. അതുപോലെ വാദ്യകലയാണ് ഞാൻ ഉപാസിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വളർച്ച പ്രോത്സാഹിപ്പിച്ച് വളർത്തിയ എല്ലാ കക്ഷിയിലും പെട്ടവരും എൻ്റെ സുഹൃത്തുക്കളാണ്. എനിക്ക് പാർട്ടി ഏതെന്നോ നോട്ടില്ല. എല്ലാവരോടും ഞാൻ സമഭാവനയോട് കൂടിയിട്ടാണ് ഞാൻ അവരെ അഭിമുഖീകരിക്കുക. അവരും അതുപോലെ തന്നെ എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് കുട്ടാന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ളവർ കുട്ടാന്ന് വിളിക്കും, കുട്ടേട്ടാന്ന് വിളിക്കാമെന്നുള്ള സ്വാതന്ത്ര്യമുള്ള കുട്ടേട്ടാ വിളിക്കും. അവർ നൽകുന്ന പ്രോത്സാഹനത്തിൽ വളർന്നതുകൊണ്ട് അവർ തന്നെ എന്നെ ഒരു പൊതു സ്വത്തായിട്ട് കണക്കാക്കിയിട്ട് വലിയ നിർബന്ധമില്ല. ഞാൻ ആരുടെ കൂടെ ഒരു പരിധി വരെ ഓന്തിൻ്റെ സ്വഭാവം എന്ന് പറയാം, എങ്കിലും അങ്ങനെ കണക്കാക്കണ്ട. ഞാൻ ആരോട് ചേർന്ന് നിൽക്കണമെങ്കിൽ അവരുടേതായ നല്ല വശങ്ങളെ ഞാൻ കാണും, അവരെ ഞാൻ അതിനെ അഭിനന്ദിക്കും. അവരുടേതായ നല്ല വശങ്ങളല്ലാത്തതുണ്ടെങ്കിൽ സ്വകാര്യമായി അവരോട് ഞാൻ അത് സൂചിപ്പിക്കാറുമുണ്ട്. അത് ഓരോരുത്തരുടെയും കൂടെ ചെല്ലുമ്പോൾ നല്ല വശങ്ങൾ നമ്മൾ അത് സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഞാൻ ഇവരെ ആരെയും അധികം ബുദ്ധിമുട്ടിക്കാറില്ല. അതേസമയം വാദ്യകലയുടെ കാര്യത്തിന് വേണ്ടി, നമ്മുടെ നാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, നമ്മുടെ ക്ഷേത്രമായാലും നാടിൻ്റെയൊക്കെ പല കാര്യങ്ങളിലും സംരക്ഷിക്കേണ്ട വൃത്തിയാക്കേണ്ട കാര്യത്തിനൊക്കെ ഇവരാര് ഭരണകർത്താക്കളായാലും നേരിട്ട് ചെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അവരെന്നെ പൊതുസ്വത്തായിട്ട് കാണുന്നു, അതെൻ്റെ ഭാഗ്യമായിട്ട് കാണുന്നു. ഞാൻ ഫോട്ടോഗ്രാഫർമാരൊക്കെ പറയും കുട്ടേട്ടൻ്റെ ഒരു വേദിയിലുണ്ടെങ്കിൽ ഒരു നല്ല ഫ്രെയിം കിട്ടുമെന്ന് പറയും. അപ്പോൾ അത് പ്രായം പരിഗണിക്കാതെ, ഇപ്പോൾ കുട്ടേട്ടനേക്കാൾ ജൂനിയറായ ആളാണെങ്കിൽ പോലും കുട്ടേട്ടൻ അവരെ നമസ്കരിക്കുന്നു, വന്ദിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. ഇങ്ങനെ സ്റ്റേജിൽ ഒരു പ്രസൻസ് ഉണ്ടാക്കാൻ ഇത് ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടി ബോധപൂർവം ചെയ്യുന്ന ഒന്നാണോ അതോ കുട്ടേട്ടൻ്റെ സഹജമായ ഒരു സ്വഭാവമാണോ? അത് വേദിയിൽ കാഴ്ചയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല, അത് ആത്മാർത്ഥതയുടെ ഒരു ഭാഗമായിട്ടാണ്. കല എന്ന് പറയുന്നതും കലാകാരന്മാരെന്ന് പറയുന്നതും മറ്റുള്ളവരെ, ഞാൻ നേരത്തെ പറഞ്ഞു, നല്ലതിനെ സ്വീകരിക്കാനും മറ്റതിനെ പരിഗണിക്കാതിരിക്കാനുമുള്ള കഴിവ് കലാകാരന്മാർക്ക് ഉണ്ടാവണം. കലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ മുതിർന്നവരെ ബഹുമാനിക്കുക. നമ്മളുടെ കുലപ്രവൃത്തി കൂടെ കുലത്തൊഴിലായി ഗുരുകുല സമ്പ്രദായത്തിൽ
വളർന്നു വന്നതാണ് ഈ വാദ്യകലയുടെ എല്ലാ കലകളും. അപ്പോൾ ഗുരുനാഥനാണ് ദൈവം എന്ന സങ്കല്പം. മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത് ഗുരുവിന് ദൈവത്തിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ നമ്മളെക്കാൾ വലിയവർ ആരായാലും നമുക്ക് ഗുരുതുല്യരാണ്. അവരെ നമസ്കരിച്ചാൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം നമുക്കൊരു അനുഗ്രഹമായി ഭവിക്കുമെന്നാണ് എൻ്റെ കാരണവന്മാർ എന്നെ പഠിപ്പിച്ചത്. കലാമണ്ഡലം ഗോപിയാശാൻ കുട്ടേട്ടാന്ന് വിളിക്കും, പക്ഷേ കുട്ടേട്ടൻ ഗോപിയാശാനെ കണ്ടാൽ നമസ്കരിക്കുകയും ചെയ്യും. പിന്നെ ഹരിതനായകൻ ഗോപിയാശാൻ ഇന്ന് കഥകളി രംഗത്തെ സമുന്നതനാണ്. വള്ളത്തോൾ ശ്രേഷ്ഠ പുരസ്കാരം നേടി, പത്മശ്രീ നേടി. കഥകളി എന്ന് പറഞ്ഞാൽ ഗോപിയാശാനാണ്. അദ്ദേഹം കുട്ടാന്ന് വിളിക്കുന്നത് അദ്ദേഹം തന്നെ പറയും, ഞാൻ അങ്ങനെ വിളിക്കുള്ളൂ, ഞാൻ ഹരിതെന്ന് പറയും. പക്ഷേ ഞാൻ അത്രയും വിനയാന്വിതനാവുകയാണ് ആ വിളി കേൾക്കുമ്പോൾ. ഞാൻ അദ്ദേഹത്തിൻ്റെ പാതാരബന്ധങ്ങൾ അദ്ദേഹത്തിനെ കണ്ടാൽ തൊട്ട് നമസ്കരിക്കാതെ ഞാൻ ഒന്നും പറയില്ല. അത് സ്നേഹം കൊണ്ട് വിളിക്കണതാണ്. അപ്പോൾ ഗോപിയാശാനെ പോലെയുള്ള ഉന്നതരായ വ്യക്തിത്വങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് എൻ്റെ വലിപ്പമല്ല എന്ന് എനിക്കറിയാം, മേളകലയുടെ വലിപ്പമാണ്. ഗോപിയാശാൻ മേളകല ശ്രദ്ധിക്കുമ്പോഴാണ് എന്നിൽ ബഹുമാനം തോന്നുന്നത്. തമ്പിസാറായാലും ശ്രീകുമാരൻ തമ്പി സാറ്, അതുപോലെ മധുസൂദനൻ സാറ് ഒക്കെ അടുത്ത പെരുവന ഫെസ്റ്റിവലിൽ ഞാൻ കണ്ടു. അപ്പോൾ അവരൊക്കെ പറയണത് ഞങ്ങൾ അങ്ങയുടെ ഒരു ഫാനാണെന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ചറിയണം, എൻ്റെ ഫാനല്ല, മേളകലയുടെ ഒരു ഫാനാണ് എന്ന് തമ്പി സാറും മധുസൂദനൻ സാറും ഗോപിയാശാനും പറയുന്നു എന്നേ ഞാൻ കണക്കാക്കാറുള്ളൂ. കുട്ടിയേട്ടൻ അങ്ങനെ ഏറ്റവും അടുപ്പക്കാരായ സുഹൃത്തുക്കൾ നമ്മുടെ ഗ്രാമത്തിൽ അത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അതേസമയം സാക്കിർ ഹുസൈൻ കുട്ടിയേട്ടനെ ആലിംഗനം ചെയ്യുന്ന ചിത്രം വീടിൻ്റെ സ്വീകരണ മുറിയിൽ കാണുന്നുണ്ട്. അങ്ങനെ പല പ്രമുഖ വ്യക്തികളും കുട്ടിയേട്ടനെ കാണുമ്പോൾ വലിയ ആശ്ചര്യത്തോടു കൂടി സമീപിക്കുകയും ആലിംഗനം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു രഹസ്യം? അത് മേളകല നൽകിയ അനുഗ്രഹമാണ് എനിക്ക്. മേളത്തെ ശ്രദ്ധിക്കുന്ന സമൂഹത്തിൻ്റെ എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നു, എന്നോട് സൗഹൃദം പങ്കുവയ്ക്കുന്നു, അങ്ങനെ സുഹൃത്തുക്കളായി മാറുകയാണ് ചെയ്യുന്നത്. അവരുടെ പ്രവർത്തനങ്ങളെ അവരെ തിരിച്ചറിയണം. കലയും സാഹിത്യവും ഒക്കെ പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കണം. മറ്റ് നാടുകളിലൊക്കെ കലാകാരൻ സാഹിത്യകാരന് തുല്യമായി പണ്ടേ ഉന്നതമായ സ്ഥാനം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ക്ഷേത്രകല എന്നുള്ള നിലയിൽ ഇത് ക്ഷേത്രങ്ങൾ ഒതുങ്ങി നിന്നതുകൊണ്ട് ഒരു പരിധിവരെ സാഹിത്യകാരന്മാർക്കും മറ്റ് സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരുടെ പോലൊരു സ്ഥാനം ക്ഷേത്ര കലാകാരന്മാർക്ക് കിട്ടിയിരുന്നില്ല. അടുത്ത കാലത്ത് ഇത് ജനകീയ കലയായി വളർന്നു. ജനകീയ കലയാക്കി മാറ്റാൻ നമ്മുടെ പ്രവർത്തനം സാധിച്ചു. മറ്റുള്ള ഉന്നതര വ്യക്തികളും അതിനെ സഹായിച്ച് അവർക്ക് തുല്യം ഇപ്പോൾ വേദികളിലൊക്കെ ഗോപിയാശാൻ്റെ കൂടെ ചെന്നിരിക്കുമ്പോൾ എനിക്കറിയാം ഗോപിയാശാനാണ് വലുതെന്ന്. എങ്കിലും ഗോപിയാശാൻ്റെ അടുക്കരിക്കാൻ എനിക്ക് സ്ഥലം കിട്ടുമ്പോൾ മേളകലയാണ് എന്നെ അവിടെ കൊണ്ടിരുത്തുന്നത്. സ്റ്റേജിൽ ഒരു പരിപാടി നടക്കുമ്പോൾ അതിൻ്റെ അച്ചടക്കം പാലിക്കാനായാലും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ നമ്മളത് ശ്രദ്ധിക്കാനായാലും അതൊക്കെ സ്വയം ഉണ്ടാകുന്നൊരു ശീലമാണ്, പഠനമാണ്. അതൊന്നും പ്രത്യേകം നമ്മൾ പഠിച്ചിട്ടുണ്ടാകുന്നില്ല. സാക്കിർ ഹുസൈനായിട്ട് ഭാഷാപരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുട്ടിയേട്ടന് പറ്റിയില്ല, പക്ഷേ നിങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു അടുപ്പുള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതാണ് ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. സക്കീർ ഹുസൈൻ എന്ന് പറഞ്ഞ തബല മാന്ത്രികൻ, എനിക്ക് തിമലയാണല്ലോ എളുപ്പം, അതുകൊണ്ട് തിമല വരണതാ. തബല മാന്ത്രികൻ സക്കീർ ഹുസൈൻ, ഉസ്താദ് സക്കീർ ഹുസൈൻ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഉസ്താദ് അള്ളാരക തുടങ്ങിയ തബലയിലെ മാന്ത്രികന്മാരുമായിട്ട് നമുക്കൊരു അടുപ്പവും സാധാരണഗതിക്കില്ല. കേളി മുംബൈ എന്ന് പറയുന്ന സംഘടന ബോംബെയിൽ വെച്ച് നടത്തിയ നമ്മുടെ എന്താ പറയുക ആശയവിനിമയം എന്ന് വേണമെങ്കിൽ പറയാം. കേരള കലകളെ മറുനാടുകളിൽ പരിചയപ്പെടുത്തുക, മറുനാടൻ കലകളെ കേരളത്തിൽ പരിചയപ്പെടുത്തുക എന്നുള്ള പോലെ കേളിയുടെ പ്രവർത്തനമായിട്ട് കേരളത്തിലെ വാദ്യോത്സവം മുംബൈയിൽ സംഘടിപ്പിക്കുക. അപ്പോൾ മുംബൈയിൽ വെച്ചിട്ടാണ് സക്കീർ ഹുസൈനെ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത്. മുംബൈ കേളി 99 കേരളത്തിലെ 5 പ്രശസ്തരായ വാദ്യ കലാകാരന്മാർക്ക് അപ്പുട്ടി പൂതളാച്ചാൻ, കുഴൂർ നാരന്മാരാർ, ചക്കംകുളം ഒപ്പമാരാർ, ശിവരാം പൂതളാച്ചാൻ, കലാമണ്ഡലം PK നാരായണൻ നമ്പ്യാരാച്ചാൻ വാദ്യ കുലപതികളായിരുന്നു. 5 കുലപതികൾക്ക് കേളി മുംബൈയിൽ വെച്ച് വീരശൃംഖല കൊടുത്തു. അത് കൊടുത്തത് അള്ളാരക സാറും
അതേപോലത്തെ ശശി കപൂറും അതുപോലെ ശ്രേഷ്ഠരായ നോർത്ത് ഇന്ത്യയിലെ കലാകാരന്മാർ സാഹിത്യകാരന്മാരായിരുന്നു. ആ വേദിയിൽ വെച്ച് സക്കീർ ഹുസൈൻ എനിക്ക് പ്രോമിസിങ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞൊരു അവാർഡാണ് എനിക്ക് തന്നത് 99 പ്രോമിസിങ് ആർട്ടിസ്റ്റ് അവാർഡ്. അന്നാണ് സക്കീർ ഹുസൈനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അതിനുശേഷം ഞാൻ അദ്ദേഹമായിട്ട് ഫോൺ കോളോ അങ്ങനെ കോണ്ടാക്റ്റ് ഒന്നും ഇല്ല. തന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയ വ്യക്തിത്വമല്ല. അദ്ദേഹം അമേരിക്കയിലും ലോകത്തിൽ മുഴുവൻ സഞ്ചരിക്കുന്ന കലാകാരൻ. പിന്നീട് മുംബൈയിൽ തന്നെ കേളിയുടെ പരിപാടികൾക്കാണ് അദ്ദേഹം എനിക്ക് മുംബൈയിൽ വെച്ച് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ്, കേളിയുടെ ഏറ്റവും വലിയ അവാർഡാണ്. സ്വർണ്ണശംഖ് തന്നുണ്ട്, കീർത്തിശംഖ് തന്നുണ്ട്, ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് തന്നതും മുംബൈയിൽ വെച്ചിട്ടാണ്. ഈ അവാർഡ് ദാനത്തിലേക്ക് സക്കീർ ഹുസൈൻ പങ്കെടുക്കാറുണ്ട്. ആ സമയങ്ങളിൽ മേളം അവതരിപ്പിക്കും, പഞ്ചവാദ്യം അവതരിപ്പിക്കും, പല്ലാവുറപ്പുമാരുടെ തായമ്പക ഉണ്ടായി. സക്കീറിനെ സംബന്ധിച്ച് താളം എവിടെ ഉണ്ടെങ്കിലും അദ്ദേഹം കാതോർക്കും. അപ്പോൾ ഈ മേളം കേൾക്കാനും പഞ്ചവാദ്യം കേൾക്കാനും അപ്പുമാരാറാശാൻ്റെ തായമ്പ കേൾക്കാനും 2 മണിക്കൂർ നേരം വേദിയുടെ മുന്നിൽ ചമ്പ്രം പടിഞ്ഞിരുന്ന് കേൾക്കാൻ ഉള്ള മനസ്സുള്ള മഹാനായിരുന്നു സക്കീർ ഹുസൈൻ. ഈ വാദ്യകലയുമായിട്ടുള്ള ബന്ധം മാത്രമാണ് ഞാനും സക്കീർ ഹുസൈനായിട്ടുള്ള ബന്ധം. നമ്മുടെ പെരുവനം ഗ്രാമം സക്കീർ ഹുസൈനെ പെരുവനത്തേക്ക് കൊണ്ടുവന്നു. CNN സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ തബല കച്ചേരി നടത്തി. അദ്ദേഹത്തിന് പെരുവനം ഗ്രാമത്തിൻ്റെ വക ഒരു വീരശൃംഖല നൽകി. ആ വീരശൃംഖല നൽകിയ ചടങ്ങിൽ അദ്ദേഹത്തിനെ സ്വീകരിച്ചത് നമ്മൾ പാണ്ഡ്യമേളത്തോടെയാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു കൗതുകമായിട്ടുള്ള കാര്യമായിരുന്നു. ആ പാണ്ഡ്യമേളത്തിൻ്റെ തുടക്കവും അതിലെ ഉപകരണങ്ങളുടെ സംവിധാനവും പ്രയോഗവും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം വേദിയിൽ കയറിയിട്ട് കൂപ്പുകയോടുകൂടി തബല വായിക്കുന്നതിന് മുമ്പ് അദ്ദേഹം അത് സൂചിപ്പിക്കുകയുണ്ടായി. അതായത് ഞാൻ ക്ഷീണിതനാണ്, എനിക്ക് പരിപാടി നടത്താൻ ശാരീരികമായ അവശതയുണ്ട്, മാനസികമായി ഞാൻ തളർന്നിരിക്കുകയാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ, പെരുവനം ഗ്രാമത്തിൽ വന്നപ്പോൾ, ഈ മേളം കേട്ട് ഈ വേദിയിൽ വരുമ്പോൾ ഞാൻ കൂടുതൽ ഊർജ്ജസ്വലനായി ആരോഗ്യവാനാണ്. ഞാൻ ഇന്നത്തെ എൻ്റെ കച്ചേരി മുഴുവൻ പെരുവനം ഗ്രാമത്തിന് എന്നും ഓർക്കാൻ വിധത്തിലാവണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് തിരികെ കൊളുത്തിയത്. അത് കഴിഞ്ഞ് മട്ടന്നൂർ ചെണ്ടയിലും സക്കീർ ഹുസൈൻ തബലയിലും നടത്തിയ ഒരു ഫ്യൂഷനും അദ്ദേഹത്തിൻ്റെ വാദനവും നമ്മൾ എന്നും മറക്കില്ല, എന്നും ഓർമ്മയും. ഈ അനുഭവങ്ങളാണ് സക്കീർ ഹുസൈനായിട്ടുള്ള അടുപ്പുള്ളൂ. 2023 ഡിസംബർ 13 മുംബൈയിൽ എനിക്ക് പ്രോമിസിങ് ആർട്ടിസ്റ്റ് അവാർഡ് തന്ന സക്കീർ ഹുസൈനെ മുംബൈ കേളി വീരശൃംഖല നൽകി ആദരിക്കുകയാണ്. അത് കൊടുക്കുന്നത് ഞാനും മട്ടന്നൂർ ശങ്കരൻകുട്ടിയും ചേർന്നിട്ടായിരുന്നു. ഇങ്ങനൊരു അപൂർവ അവസരം മുംബൈ കേളി ഒരുക്കി. അപ്പം ഞങ്ങൾ 2 പേരും ചേർന്ന് സക്കീർ ഹുസൈൻ്റെ കയ്യുമ്മ ഈ വീരശൃംഖല അണിയിച്ച് ആ മീറ്റിംഗ് കഴിഞ്ഞ യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറന്ന സ്നേഹപ്രകടനം ഞങ്ങളെ ചേർത്ത് പിടിച്ച് ഉള്ള ഫോട്ടോഗ്രാഫുകളുണ്ട്. കൂട്ടത്തിൽ അന്ന് ഒരു പ്രത്യേക ദിവസമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. എൻ്റെ 70ാം പിറന്നാൾ ദിവസമായിരുന്നു ഡിസംബർ 13 വൃശ്ചികത്തിലെ തൃക്കേട്ട. അതെങ്ങനെയോ സക്കീർ ഹുസൈൻ മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതുള്ളതുകൊണ്ട് സംഘാടകരൊരുക്കിയതല്ല, അദ്ദേഹത്തിന് കിട്ടിയ പൊന്നാട അല്ലെങ്കിൽ അദ്ദേഹം കരുതി കൊടുന്നൊരു പൊന്നാട കൊണ്ടുവന്ന് എന്നെ പിന്നിൽ കൂടെ വന്ന് പുതപ്പിച്ച് കെട്ടിപ്പിടിച്ച് എനിക്ക് ഒരു ആലിംഗനം ചെയ്തതാണ് ആ ഫോട്ടോ. അത് PR വർക്കിൻ്റെ ഭാഗം അഭിനയമല്ല, കലയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കലാകാരൻ മറ്റൊരു കലാകാരനെ സ്നേഹിച്ച പടമാണ്. ആ ഒരു ഇൻറ്റിമസി ഉണ്ടായത് വ്യക്തിപരമായ വ്യക്തിബന്ധം കൊണ്ട് നേടിയതല്ല, കലാപ്രവർത്തനത്തിൻ്റെ കലയുടെ മൂല്യങ്ങൾ തമ്മിൽ പരസ്പരം ഏറ്റുവാങ്ങിയതിൻ്റെ ഒരു ദൃഷ്ടാന്ത പതിപ്പാണ് ആ ഫോട്ടോ. അത് ജീവിതത്തിൽ മറക്കില്ല. സക്കീർ മരിച്ചപ്പോഴും എൻ്റെ മനസ്സിലുള്ള ദുഃഖം, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കലയുടെ ഒരു ദൈവമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്നൊരു തോന്നലുണ്ടായത് ഈ ഇൻറ്റിമസി അദ്ദേഹത്തിന് ചെറിയവർ വലിയവർ വ്യത്യാസമില്ല എന്നുള്ളത് ഞാൻ അന്ന് മനസ്സിലാക്കി. കുട്ടേട്ടൻ്റെ അച്ഛൻ്റെ പേരിലുള്ള വാദ്യകലാ പഠന കേന്ദ്രമുണ്ട്. അതിപ്പോൾ സജീവമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ മഹാത്മാഗാന്ധി സന്ദർശിച്ചതിൻ്റെ സ്മാരകം അവിടെ വേണ്ടത്ര രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നില്ല. പിന്നെ പെരുവനം കൊട്ടാരം, അതും ഒരു വാദ്യ പഠന കേന്ദ്രമായിരുന്നു, അതും സംരക്ഷണത്തിലില്ല.
ഇത് മൂന്നും തിരിച്ചു പിടിക്കേണ്ടത് ഈ ഗ്രാമത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ കലാരംഗത്തിന് ആവശ്യമല്ല. എന്താണ് അതിനെക്കുറിച്ച് കുട്ടിയേട്ടന് പറയാനുള്ളത്? മഹാത്മാ മൈതാനം എന്നറിയുന്ന മൈതാനം അദ്ദേഹത്തിൻ്റെ പാദസ്പർശത്താൽ അവിടെ ഇന്ന് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്മാരകം വേണ്ട വിധത്തിൽ അവിടെ സ്മൃതി മണ്ഡപം, അവിടെ സ്തൂപമുണ്ട്, അത് വേണ്ട വിധത്തിൽ സംരക്ഷിക്കുന്നില്ല. അത് ആ സ്മൃതി മണ്ഡപത്തിനോട് ചേർന്ന് കുറച്ച് സ്ഥലം പഞ്ചായത്ത് ഒരു ഉദ്യാനമാക്കി മാറ്റി ചെടികളും പൂക്കളും ഒക്കെ വെച്ചുകൊണ്ട് വൈകിട്ട് എല്ലാവർക്കും ഇരുന്ന് കാറ്റുകൊള്ളാനും ഒരു ശാന്തി പകരുന്ന ഒരു സങ്കേതമായി ഈ സ്മൃതി മണ്ഡപ പരിസരം പരിശുദ്ധമായി കാത്തുസൂക്ഷിക്കണമെന്ന് പഞ്ചായത്തിന് ആഗ്രഹമുണ്ട്. പഞ്ചായത്ത് അധികാരികളുമായിട്ട് സംസാരിച്ചപ്പോൾ അവരതിൻ്റെ തയ്യാറുമാണ്. പിന്നെ ചില സാങ്കേതികമായ കാര്യങ്ങൾ കൊണ്ട് അവിടെ തൊട്ടുള്ള സ്റ്റേജ് പൊളിച്ചു കളഞ്ഞുകൊണ്ട് ആ പ്രദേശം ഒരു ഉദ്യാനമാക്കി മാറ്റി നല്ല രീതിയിൽ സംരക്ഷിക്കാൻ പഞ്ചായത്തിന് വേണ്ട അധികാരം നൽകാൻ സർക്കാർ തയ്യാറാവണം. സർക്കാർ അടക്കം MLA ആയാലും MP ആയാലും നമ്മുടെ പഞ്ചായത്ത് അധികാരികളും ഈ ചേർപ്പിൻ്റെ മഹത്വം എന്ന് പറഞ്ഞ മഹാത്മാ മൈതാനം ആക്കി മാറ്റാൻ ഈ സ്മൃതി മണ്ഡപം വേണ്ട വിധത്തിൽ പരിശുദ്ധിയോട് കാത്തു സംരക്ഷിക്കണം. അതേപോലെ തന്നെ പെരുമനത്ത് തെക്കേ ഭാഗത്തുള്ള ചേരിക്കലം കൊട്ടാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള 3 ഏക്കർ വലിയൊരു നാലുകെട്ട്, അത് പണ്ട് തന്ത്രി കുടുംബമായിരുന്നു. KPC മാഷ് അടക്കമുള്ളവർ ജനിച്ച സ്ഥലമാണ്. തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ ഓഫീസായിരുന്നു. 10,000 നെല്ല് പാട്ടം കിട്ടിയിരുന്ന പെരുമനം ചേരിക്കലം കൊട്ടാരത്തിൻ്റെ കലവറയായിരുന്നു അതൊരു കാലത്ത്. ഇപ്പോൾ പാട്ടൊക്കെ നിന്നപ്പോൾ പിന്നെ അത് ഓഫീസ് മാത്രമായി. പിന്നീട് അത് അനുഷ്ഠാന കലാകേന്ദ്രം എന്ന നിലയ്ക്ക് പ്രവർത്തനം തുടങ്ങി. അത് വെക്കം കലാപീഠത്തിൻ്റെ ഒരു ബ്രാഞ്ചായിട്ട് ഈ പെരുവനത്തെ ചേരിക്കലം കൊട്ടാരത്തിലെ അനുഷ്ഠാന കല അഭ്യസന കേന്ദ്രം മാറണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ വെക്കം കലാപീഠത്തിൻ്റെ ഉപദേശക സമിതി അംഗമാണ്. ദേവസ്വം ബോർഡുമായിട്ട് അടുത്ത് ബന്ധമുണ്ട്, ദേവസ്വം മന്ത്രിയായിട്ട് ബന്ധമുണ്ട്, മുഖ്യമന്ത്രിയോട് വരെ ഞാൻ നേരിട്ട് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. 3 ഏക്കർ സ്ഥലമുണ്ട്, എന്തെല്ലാം ബിൽഡിംഗ് പണിയാണെങ്കിൽ സ്ഥലമുണ്ട്. അപ്പുറത്ത് ഒരു 80 സെൻറ്റ് സ്ഥലം വേറെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിലൊരു കലാപീഠം വരണം, അല്ലെങ്കിൽ സാംസ്കാരിക കേന്ദ്രമാവണം, പൊതുജനങ്ങൾക്ക് ഉപകാരമുള്ള കൺവെൻഷൻ സെൻ്റർ ആയാലും കുഴപ്പമില്ല. പിന്നെ അച്ഛൻ്റെ പേരിലുള്ള കലാപീഠം, അച്ഛൻ്റെ പേരിലുള്ള കലാപീഠത്തിന് ഞാൻ ആരംഭിച്ചത് എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കുട്ടികളെ കൊട്ടുപിടിപ്പിക്കൽ തുടങ്ങി. എൻ്റെ വീട്ടിലാണ് കൊട്ടുപിടിപ്പിക്കുന്നത്, തൊട്ടടുക്ക വീടുകളിൽ ഒഴിവുള്ളിടത്ത് കൊട്ടുപിടിപ്പിക്കും. അങ്ങനെ അവർ പെരുവന അപ്പുമാര സ്മാരക കലാപീഠം എന്ന് പേരിട്ട് ദേവസ്വം കച്ചേരിയുടെ താഴത്ത് പ്രവർത്തനം തുടങ്ങി. അപ്പോൾ കച്ചേരിയിലെ പ്രവർത്തനവും പലത് സമയത്തും അത് മാറി വരുന്നത് കൊണ്ട് ഇപ്പോൾ ബോർഡ് അവിടെ സ്ഥാപിച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നത് വീട്ടിലാണ്. വീട്ടിലിപ്പോൾ എൻ്റെ വീട്ടിലിപ്പോഴും കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഓരോ ജനറേഷൻ ഓരോ കൊല്ലം, ഈ 2 കൊല്ലം കൂടുമ്പോൾ പുതിയ കുട്ടികൾ, പുതിയ ബാച്ചുകൾ. പെരുവനത്തെ ഓരോ വീട്ടിലും ഒരു പുളിമിട്ടിയും ഒരു കല്ലുമായി കൊട്ടുന്ന കുട്ടികൾ ഉണ്ടാവുന്ന കാലം സമീപഭാവിയിൽ ഉണ്ടാവും. ഏകദേശം പകുതി വീടുകളിൽ ഇപ്പോൾ കൊട്ടുപിടിക്കുന്ന കുട്ടികളുണ്ട്. ഒരു ഫീസ് മേടിക്കുക അല്ലെങ്കിൽ ചിട്ടവട്ടങ്ങളുടെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന കലാപീഠമല്ല. പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ വന്നാൽ നമുക്കറിയുന്ന പറഞ്ഞു കൊടുക്കും, അവരെ വേണ്ട വിധത്തിൽ പ്രോത്സാഹിപ്പിക്കുക. അതാണ് ഇവിടുത്തെ പഠനത്തിൻ്റെ രീതി. കലയും സാഹിത്യവും ശില്പവും എല്ലാം ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ എല്ലാ പെരുവനം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കേന്ദ്രമാക്കി, ഒരു മ്യൂസിയമാക്കി അത് മാറ്റിയെടുത്താൽ വളരെ സന്തോഷം. ഈ തൃശ്ശൂർ പൂരത്തെ തന്നെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുവരികയും മേളാസ്വാദകർക്ക് വിരുന്നൂട്ടുകയും ചെയ്ത ആ പ്രമാണി സ്ഥാനത്ത് നിന്ന് അപ്രതീക്ഷിതമെന്ന് ഞങ്ങൾ വിചാരിക്കുന്ന വിധത്തിൽ കുട്ടിയേട്ടനെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. എന്താണ് അത്, ആ സംഭവം കുട്ടിയേട്ടൻ്റെ മനസ്സിലുണ്ടാക്കിയ ഒരു ചിന്തകൾ, അതായത് ഒരു 48 മണിക്കൂർ നീളുന്ന സമയം എങ്ങനെയാണ് കുട്ടിയേട്ടൻ ഇതിനെ മറികടന്നത്? തൃശ്ശൂർ പൂരത്തിലെ നീണ്ട 24 വർഷം പ്രമാണിയായിട്ട് എലിഞ്ഞിത്തറ മേളത്തിൽ ഞാൻ പങ്കെടുത്തു. അതേ എലിഞ്ഞിത്തറ മേളത്തിൽ 22 വർഷം സഹകലാകാരനായിട്ട് 5 പ്രമാണിമാരുടെ കൂടെ ഞാൻ പ്രവർത്തിച്ചു. 22 കൊല്ലം പ്രവർത്തിച്ചതിന് ശേഷമാണ് പ്രമാണിയായത്. 24 കൊല്ലം പ്രമാണിയായപ്പോൾ ഓർമ്മയുള്ള ചരിത്രത്തിൽ ഒരു മേള പ്രമാണിക്ക് 24 വർഷം എലിഞ്ചിച്ചോട്ടിൽ പ്രമാണിയാവാൻ അതിനു മുമ്പ് സാധിച്ചിട്ടില്ല എന്നാണ് ചരിത്രം പറയുന്നത്.
ആ ഒരു നേട്ടം, ചരിത്ര നേട്ടം സാധിച്ചപ്പോൾ ഞാൻ എൻ്റെ മേളകലയിൽ പ്രവർത്തിച്ചതിനുള്ള ഏറ്റവും വലിയ പരമോന്നത ബഹുമതിയായിട്ട് ഞാൻ ആ പ്രവർത്തനത്തിനെയാണ് കാണുന്നത്. അതിനെ എന്നും വന്ദിക്കുകയും നമസ്കരിക്കുകയും മാത്രമേ എനിക്ക് പറ്റുള്ളൂ. അത് എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ വളരെ ചെറുപ്പത്തിലെ എലിഞ്ഞിത്തറ മേളത്തിൽ പ്രമാണിയായി. എനിക്ക് 46 വയസ്സുള്ളപ്പോൾ ഞാൻ എലിഞ്ഞിത്തറ മേളത്തിൽ പ്രമാണിയായി. അതും ഒരു ചരിത്രമാവും. സാധാരണ ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം എലിഞ്ഞിത്തറയിലൊക്കെ ഒരു മേള പ്രമാണി നമ്മുടെ ഓർമ്മയുടെ ചരിത്രത്തിൽ ഉണ്ടാവുള്ളൂ. എനിക്ക് 46 വയസ്സിൽ പ്രമാണിയാവാൻ സാധിച്ചു. ഞാൻ 24 കൊല്ലം പ്രമാണിയായിട്ട് വിരമിക്കേണ്ടി വന്നത് പ്രവർത്തനത്തിലുള്ള വൈകല്യം കൊണ്ടല്ല, സംഘാടനത്തിലുള്ള മികവ് കുറവുകൊണ്ടല്ല, ആസ്വാദകരുടെ പ്രോത്സാഹനമോ സ്നേഹമോ ഇല്ലാത്തതുകൊണ്ടല്ല. ഇനി ലോകം മുഴുവൻ എന്നെ ആരാധിക്കുന്നവർ ഇഷ്ടപ്പെടാത്തതുകൊണ്ടുമല്ല ഞാൻ മാറിയത്. പക്ഷേ നേരത്തെ ആദ്യം ഒരു ചോദ്യം ചോദിച്ചു, വൻമരത്തിൻ്റെ ചുവട്ടിൽ ചെറിയ മരങ്ങളും വൻമരങ്ങൾ ഒപ്പമുള്ള മരങ്ങളും ഉണ്ട്. ആ മരങ്ങൾക്കും വളരാൻ പ്രകൃതിയിൽ സ്വാതന്ത്ര്യമുണ്ട്, അവസരം വേണം. അപ്പോൾ സംഘാടകർക്ക് തോന്നി, എനിക്ക് തോന്നിയിട്ടല്ല, ഞാനത് ആ ക്രെഡിറ്റ് എനിക്ക് എടുക്കുന്നില്ല, സംഘാടകർക്ക് തോന്നി മറ്റുള്ളവർക്ക് അവസരം വേണം. അതുകൊണ്ട് അതിൽ നിന്ന് താൽക്കാലികമായി എന്നെ മാറ്റി നിർത്തിയതായിട്ട് ഞാൻ ഇപ്പോഴും കണക്കാക്കുന്നുള്ളൂ. എനിക്കൊരു വിശ്രമം അനുവദിച്ചതാണ്. 24 കൊല്ലം ഞാൻ പ്രമാണിയായിട്ട് പ്രവർത്തിച്ചതിന് എനിക്കൊരു ലീവ് തന്നു, അല്ലെങ്കിൽ വിശ്രമം അനുവദിച്ചു എന്ന് തന്നെ ഞാൻ എപ്പോഴും പറയും. ഞാൻ മരിക്കുന്നവരെ പറയും, എനിക്ക് വിശ്രമം അനുവദിച്ചു. വിശ്രമം അനുവദിച്ച് എപ്പോഴെങ്കിലും എലിഞ്ഞിത്തറ മേളത്തിനോ അതുപോലത്തെ മേളങ്ങൾക്ക് ആവശ്യം വന്നാൽ ഇതേ വാത്സല്യത്തോടെ സ്നേഹത്തോടെ ആ രംഗത്ത് പ്രവർത്തിക്കാൻ ഞാൻ എന്നും സജ്ജമാവാൻ ഇന്ന് ലോകം മുഴുവൻ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് വാദ്യകലയുമായി. എനിക്ക് ചെല്ലുന്നിടത്തെല്ലാം നിത്യവും സ്വീകരണങ്ങൾ നൽകുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ വലിപ്പം കൊണ്ടാണ്, ആറാട്ടുപുഴ പൂരത്തിൻ്റെ വലിപ്പം കൊണ്ടാണ്, പെരുവനം പൂരത്തിൻ്റെ വലിപ്പം, ഇരിഞ്ഞാലക്കുട, കൂടൽമാണിക്യം, തൃപ്പൂണിത്തുറ, കുട്ടനെല്ലൂർ തുടങ്ങിയ പൂരങ്ങളിൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് ലോകത്തിൽ എവിടെ ചെന്നാലും സ്നേഹസമ്പന്നരായ ആൾക്കാരുണ്ട്. അവർ എന്നെ എന്തൊക്കെ സംബോധന ചെയ്യാൻ പറ്റിയെങ്കിൽ അത്രയും നല്ലതായിട്ടേ പറയുന്നുള്ളൂ, ആരും പൊട്ടയായിട്ട് പറയുന്നില്ല. അപ്പോൾ എൻ്റെ പ്രവർത്തനം എനിക്ക് ഗുണമുണ്ട്, മേളകലയ്ക്ക് ഗുണമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ വേദി മാറ്റിയപ്പോൾ എന്നെ ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും വന്നോ എന്ന് വെച്ചാൽ സത്യത്തിൽ മേളകല മാത്രമാണ് എന്നെ ആസ്വദിപ്പിച്ചത്. വേറെ ആരും എന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ, ഒരു വീട്ടിൽ ഒരു അച്ഛനോ അമ്മയോ മരിച്ചാൽ ആ ബന്ധുക്കളെ എന്തു പറഞ്ഞാൽ നമ്മൾ സമാധാനിക്കുക, ഒപ്പം നിൽക്കുക, അല്ലെങ്കിലോ ദുഃഖം പങ്കുവയ്ക്കുക മനസ്സിൽ. അതേപോലെ ലോക ജനത ഞാൻ എലിഞ്ഞിത്തറ മേളത്തിൽ നിന്നും മാറിയതിൻ്റെ ദുഃഖം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് മനസ്സിൽ പ്രാർത്ഥിച്ചു. ഏതുപോലെ വെച്ചാൽ ഞാൻ ഒരു കൊല്ലം എലിഞ്ഞിത്തറ മേളത്തിൽ പാർമേക്കാവിൻ്റെ നടയിൽ കുട്ടിയോണ്ട് നിൽക്കുമ്പോൾ ഞാൻ തലതിരിഞ്ഞ് വീണു. തലതിരിഞ്ഞ് വീണു പോകുമ്പോൾ മാധ്യമങ്ങൾ ഇത് ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ നെഞ്ചത്ത് കൈവച്ച് ഈശ്വര എന്നൊരു പ്രാർത്ഥന ഒരു നിമിഷം ഉണ്ടായിട്ടുണ്ട്. പലരും എന്നോട് നേരിട്ട് പിന്നെ കാണുമ്പോൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം മേളരംഗത്ത് മാറിയ കവത മാധ്യമങ്ങളിലൂടെ അറിഞ്ഞപ്പോൾ ഈ ലക്ഷോപലക്ഷം ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ മേളരംഗത്ത് ഉണ്ടാവണേ, ഞങ്ങൾക്ക് മേളം കേൾക്കാൻ അവസരം ഉണ്ടാവണേ, എലിഞ്ഞിത്തറ അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കൊട്ടണം, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ കൊട്ടണം, ഞങ്ങളുടെ പൂരത്തിൽ കൊട്ടണം. ഓരോ ദിവസവും എനിക്ക് പരിപാടികൾ കൂടി വരികയാണ്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും സഹോദരങ്ങൾ സഹോദരിമാർ അടുത്ത് വന്ന് മൊബൈൽ ഫോട്ടോ എടുക്കുമ്പോൾ ഞങ്ങൾ ടി വിയിൽ കണ്ടിട്ടുള്ളൂ, ദൂരെ കണ്ടിട്ടുള്ളൂ, ഒന്ന് അടുത്തിരിക്കാൻ പറ്റുക. പല്ലില്ലാത്തൊരു അമ്മൂമ്മ എന്നല്ല എനിക്ക് തന്നൊരു ഉമ്മ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ആ വയസ്സായ സ്ത്രീ സത്യമാണ് പറയുന്നത്, ഇന്നലെ ഉണ്ടായ കാര്യമാണ്. അവർ അടുക്ക നിന്നൊരു പടം എടുക്കുമ്പോൾ അപ്പം മനുഷ്യ മനസ്സുകളിൽ സന്തോഷമുണ്ട്, എനിക്കും സന്തോഷമുണ്ട്. അപ്പം മാറ്റിയത് കൊണ്ട് എനിക്ക് ഒട്ടും ദുഃഖം ഉണ്ടായില്ല. ആ വാർത്ത ഞാൻ അറിയുമ്പോൾ ഞാൻ ചേർത്തലയിൽ മേളത്തിന് പോയിരിക്കുകയായിരുന്നു. ഞാൻ അന്ന് മേളം കൊട്ടി. മേളത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് ഈ ദുഃഖമെല്ലാം മറക്കാൻ സാധിച്ചു. മേളം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലും
മനുഷ്യനല്ലേ, സ്വാഭാവികമായിട്ടും പഴയ ഓർമ്മകൾ ഓർമ്മ വന്ന് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കാം. എങ്കിലും ഞാൻ ഓർത്തത് മുഴുവൻ എലിഞ്ഞിത്തറ മേളവും അല്ലെങ്കിൽ മേളകല എനിക്ക് നൽകിയ ഗുണത്തെക്കുറിച്ച്. പാറമേക്കാവ് ദേവസ്വം മുൻ സാരഥികൾ എന്നെ ആദ്യമായിട്ട് ഓണപ്പട തന്ന ബാലകൃഷ്ണ മേനോൻ തുടങ്ങി അതിൻ്റെ ഭാരവാഹികൾ എനിക്ക് നൽകിയ പ്രോത്സാഹനത്തെ നല്ല വശങ്ങളെ നന്ദിയോടെ മനസ്സിൽ സ്മരിച്ച് ഞാൻ വെളിച്ചാക്കി. കാലത്ത് കുളി കഴിഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകർ, സ്നേഹമുള്ളവർ എല്ലാവരും വീട്ടിൽ ഒരുമിച്ച് വന്നു. ഞാൻ പ്രസ് കോൺഫറൻസ് വിളിച്ചതല്ല, പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ എലിഞ്ഞിത്തറ മേളത്തിൻ്റെ ഒരു ഭാഗമായി ഇത്ര കാലം പ്രവർത്തിക്കാൻ സാധിച്ചത് ഭഗവതിയുടെ അനുഗ്രഹമാണ്, ദേവസ്വം നൽകിയ പ്രോത്സാഹനമാണ്, സ്നേഹമാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു. നാളെയും പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ പാറമേക്കാവ് ഭഗവതിയുടെ ഒരു ഭാഗമായി ഞാൻ നിലനിൽക്കും എന്നാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ എനിക്ക് തോന്നിയത്. എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിയത്, ഞാൻ ഒന്നും പറയില്ല എന്ന് വിചാരിച്ചത്. സത്യത്തിൽ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖം ഞാൻ ആലോചിച്ചാൽ ഞാൻ ഈ തരത്തിലല്ല പ്രതികരിക്കുക പണ്ട്. പക്ഷെ ഞാൻ നഷ്ടത്തെ ഞാൻ ഓർത്തില്ല, എൻ്റെ നേട്ടത്തെ ഞാൻ ഓർത്തു. എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, ഞാൻ പ്രവർത്തിക്കുന്ന മേളമണ്ഡലം ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നതിനുള്ള എല്ലാ അംഗീകാരങ്ങളും എനിക്ക് നൽകിയിട്ടുണ്ട്. പാറമേക്കാവും തന്നിട്ടുണ്ട്, ആറാട്ടുപുഴയും തന്നിട്ടുണ്ട്, ചേർപ്പും തന്നിട്ടുണ്ട്, എല്ലാ കീന്തും തന്നിട്ടുണ്ട്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്നിടത്തോളം ജനങ്ങൾ എന്നെ നല്ല നിലയിൽ കാണും. ഈ സ്നേഹം എനിക്ക് വേണ്ടു. ഇതാണ് പെരുവനം കുട്ടന്മാരാർ. തന്ത്രപരമായി മറുപടി പറയുക എന്നുള്ളത് മാത്രമല്ല, തികഞ്ഞ ആത്മവിശ്വാസവും. അതിൻ്റെ പുറത്താണ് ഈ പെരുവനം ഗ്രാമം ഇദ്ദേഹത്തെ നെഞ്ചേറ്റുന്നത്, കേരളം നെഞ്ചേറ്റുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ ആകെ അറിയപ്പെടുന്നത്. ആത്മവിശ്വാസത്തോടൊപ്പം മുന്നിലേക്കുള്ള വഴി കൃത്യമായി അറിയുന്ന, അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ഈ മേള കലയുടെ ആചാര്യൻ എന്ന് പറയാം, അദ്ദേഹവുമായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ അത്യധികം സന്തോഷം. നന്ദി.